ഇടുക്കി ചിന്നക്കനാൽ സിംഗുകണ്ടത്ത് കാട്ടാന ആക്രമണം. ചിന്നക്കനാൽ സ്വദേശി രാജു തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. രാജു സഞ്ചരിച്ച ബൈക്ക് കാട്ടാന തട്ടിയിട്ടു. രാജുവിന്റെ കൈക്കും നടുവിനും പരിക്കേറ്റു. വിവരങ്ങളുമായി ജോയ്മോനാണ് ചേരുന്നുള്ളത്. ജോയ്മോൻ, ഇതിപ്പോൾ കുറെ തവണയായി നമ്മൾ ഈ ആന ആക്രമണം കേൾക്കുന്നു. ഇതെപ്പോഴായിരുന്നു സംഭവം? എന്താണ് അവിടെ സംഭവിച്ചിട്ടുള്ളത്? ലിരിഷ, ഇന്ന് വൈകുന്നേരത്തോടു കൂടിയാണ് ഇത്തരത്തിലൊരു കാട്ടാന ആക്രമണം ഉണ്ടാകുന്നത്. ഇടുക്കി ചിന്നക്കനാൽ ഭാഗത്താണ് ഈ കാട്ടാന ആക്രമണം ഉണ്ടാകുന്നത്. നമുക്കറിയാം, അതായത് അരിക്കൊമ്പൻ ഉൾപ്പെടെയുള്ള ആനകളുടെ അല്ലെങ്കിൽ ആനകൾ സ്ഥിരമായി ജനവാസ മേഖല ഇറങ്ങുന്ന ഒരു പ്രദേശം കൂടിയാണ് ചിന്നക്കനാൽ. നിലവിൽ തന്നെ ഏകദേശം 17ഓളം ആനകൾ ഈ ചിന്നക്കനാൽ ഈ സിംഗണ്ടം പ്രദേശത്ത് നിലയുറപ്പിച്ചിരിക്കുന്നതായി പല ഘട്ടങ്ങളിലും നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇന്ന് വൈകുന്നേരത്തോടു കൂടിയാണ് ഈ സിംഗണ്ടം സ്വദേശിയായ രാജുവിന് മുൻപിലേക്ക് കാട്ടാന എത്തിപ്പെടുന്നതും ഇത്തരത്തിൽ രാജു സഞ്ചരിച്ചിരുന്ന വാഹനം, അതായത് ബൈക്ക് തട്ടിയിടുകയും ശ്രമിക്കുന്നത്. അതായത് തലനാരിഴയ്ക്കാണ് വലിയൊരു അപകടം അല്ലെങ്കിൽ ദുരന്തത്തിൽ നിന്ന് രാജു രക്ഷപ്പെടുന്നത്. അതായത് കാട്ടാനയുടെ മുൻപിൽ പെട്ടിട്ടും അത്ഭുതകരമായി രക്ഷപ്പെടുകയായിരുന്നു. അതായത് പക്ഷേ ഈ വാഹനം, അതായത് കാട്ടാന തട്ടിയപ്പോൾ രാജു സഞ്ചരിച്ചിരുന്ന വാഹനത്തിന് നിയന്ത്രണം നഷ്ടപ്പെടുകയും പിന്നാലെ ഇത് മറിഞ്ഞ് ഇയാൾക്ക് സാരമായി ഇയാളുടെ നടുവിനും അതുപോലെ തന്നെ കൈക്കും പരിക്കേറ്റിട്ടുണ്ട്. പിന്നാലെ തന്നെ ഇയാൾ ഒറ്റ വെച്ചതും അതുപോലെ തന്നെ പ്രദേശവാസികളുടെ സംയോജിതമായ ഇടപെടൽ കൊണ്ട് ആനയെ തുരത്താൻ അല്ലെങ്കിൽ ആന കൂടുതൽ അക്രമാസക്തമാവാതെ തടയാൻ സാധിച്ചു. പിന്നാലെ ഇയാളെ ഈ പ്രദേശവാസികളും അതുപോലെ തന്നെ മറ്റ് ആളുകളും ചേർന്ന് ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു. പിന്നാലെ വിവരം അറിയിച്ചതിനെ തുടർന്ന് വനംവകുപ്പിന്റെ RRT സംഘം എത്തിയാണ് കാട്ടാനെ ജനവാസ മേഖലയിൽ നിന്ന് നിലവിൽ തുരത്തിയിട്ടുണ്ട്. എന്തായാലും വലിയൊരു ആശങ്കയാണ് ഈ പ്രദേശത്തെ ജനങ്ങൾക്കുള്ളത്. നമുക്കറിയാം, പല സമയങ്ങളിലും ഇവിടെ കാട്ടാന ആക്രമണം രൂക്ഷമായിട്ടുള്ള പ്രദേശമാണ് ഈ ചിന്നക്കനാൽ ഭാഗം. അതായത് പല അരിക്കൊമ്പൻ ഉൾപ്പെടെ പല ആനകളും വിലസിയിരുന്ന ഒരു സമയമുണ്ടായിരുന്നു. പക്ഷേ അതിനും അരിക്കൊമ്പൻ ഉൾപ്പെടെ ആനകളെ മാറ്റിയപ്പോഴും പക്ഷേ ഇവിടുന്ന് ഒരു ശാശ്വതമായ ഒരു പരിഹാരം പ്രദേശവാസികൾക്ക് ഉണ്ടാകുന്നില്ല. അതായത് വീണ്ടും ഇവിടെ ഇത്തരത്തിൽ കാട്ടാന ആക്രമണം തുടർക്കഥയാകുന്ന ഒരു സാഹചര്യമാണ് ലിരിഷ നിലവിലുള്ളത്. ശരി, നന്ദി ജോയ്മോൻ വിവരങ്ങൾക്ക്.